നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അതിനേക്കാൾ വലിയ പണി നമുക്ക് തിരിച്ചു കിട്ടി. ഇപ്പൊ എന്ത് ചെയ്യും? ദർശനെ, നീ ടെൻഷൻ അടിക്കാതെ നമുക്ക് ആലോചിച്ച് വഴി കണ്ടെത്താം. ആ ബ്രോക്കറുടെ കുഴപ്പം കൊണ്ടല്ലേ ഇതെല്ലാം സംഭവിച്ചത്. ചോട്ട് സംസാരിക്കില്ല എന്നുള്ള കാര്യം അയാൾ അവരോട് നേരത്തെ പറഞ്ഞില്ല. അതുകൊണ്ടാ ഇവിടെ വന്നപ്പോൾ അതൊരു പ്രശ്നമായിട്ട് മാറിയത്. പക്ഷെ എല്ലാവരുടെയും മുന്നിൽ അപമാനിക്കപ്പെട്ടത് ആരാ? എന്റെ അനീതിയല്ലേ? അവൾ എത്രമാത്രം സങ്കടപ്പെട്ട് കാണുമെന്ന് അറിയാമോ? ഈ കല്യാണം വേണ്ടെന്ന് അവൾ ആവർത്തിച്ച് പറഞ്ഞതാ. എന്നിട്ടും നിർബന്ധിച്ച് ഞാൻ അവളെ എല്ലാവരുടെ മുന്നിൽ കൊണ്ട് നിർത്തി. ഈ അപമാനം അവൾ എങ്ങനെ സഹിക്കും? കിട്ടിയ അവസരം നോക്കി പവിത്രൻ സാറ് യതി സാറിനങ്ങ് കുരുക്കി. എല്ലാവരുടെ മുന്നിൽ നിന്ന് രക്ഷപ്പെടാൻ യതി സാറിന് ഒരു ചാൻസ് പോലും കിട്ടിയില്ല. നിങ്ങൾ പറയുന്നത് പോലെയൊന്നും അല്ല കാര്യങ്ങള്. ഞാൻ ആകെ കൺഫ്യൂഷനില്ല. എന്ത് തീരുമാനം എടുക്കണമെന്ന് എനിക്ക് ഒരു രൂപവും കിട്ടുന്നില്ല. അമ്മ എത്ര പറഞ്ഞിട്ടും നിഖിലിനെ കല്യാണം കഴിക്കാമെന്ന് അഞ്ജുമോള് സമ്മതിച്ചിട്ടില്ല. ഈ കല്യാണം ഒന്ന് നടന്നു കാണാൻ അമ്മയ്ക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. അതെനിക്കറിയാം. ഈ കല്യാണം നടന്ന നിഖിൽ നന്നാവുമെന്ന് അമ്മ വിചാരിക്കുന്നുണ്ട്. രൂപേഷേട്ടന് ആ വിശ്വാസം ഉണ്ടോ? അമ്മ ഒന്നും കാണാതെ ഒരു കാര്യവും ചെയ്യില്ല. എനിക്കും ഇത് നല്ലതാണെന്നാ തോന്നുന്നേ. കല്യാണം കഴിഞ്ഞാലും ചോട്ട് നമ്മുടെ അടുത്ത് തന്നെ ഉണ്ടാവുമല്ലോ. ആ ഒരു കാര്യം മാത്രമാണ് എനിക്ക് ആശ്വാസമായിട്ടുള്ളത്. പക്ഷേ എനിക്കിതിനെ പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പറ്റുമോന്നാ എന്റെ സംശയം. അതെ, പണ്ട് നിഖിലിന് കുറച്ച് ഉടായ്പൊക്കെ ഉണ്ടായിരുന്നു. UK പോയിട്ട് വന്ന ശേഷം അവൻ ആളാകെ മാറിയിട്ടുണ്ട്. എന്തായാലും ചോട്ടൂനെ കല്യാണം കഴിപ്പിക്കണം. ദൂരെ എവിടേക്കെങ്കിലും കല്യാണം കഴിച്ച് വിടുന്നതിനേക്കാൾ നല്ലത് നമ്മുടെ കൺമുന്നിൽ തന്നെ ചോട്ട് ജീവിക്കുന്നതല്ലേ നല്ലത്. ദർശനെ, ചോട്ടുവിനെ കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കാം. അമ്മയുടെ മനസ്സിൽ മറ്റെന്തെങ്കിലും കണക്കുകൂട്ടലുകൾ ഉണ്ടാവുമെന്നാ എനിക്ക് തോന്നുന്നത്. എന്ത് കണക്കുകൂട്ടൽ? പക്ഷേ കണക്കുകൂട്ടലുകളൊക്കെ നിഖില് തെറ്റിക്കുമോന്നാ എന്റെ സംശയം. എന്റെ ദൈവമേ, ഞാനൊന്ന് കാണട്ടെ മഹാനെ. ഇങ്ങനൊരു പ്ലാൻ മനസ്സിലുണ്ടെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഇത് വെടിക്കെട്ടിന്റെ സാമ്പിൾ മാത്രമേ ആയിട്ടുള്ളൂ. യഥാർത്ഥ പൂരം ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് യതിയേട്ടന് നേരത്തെ അറിയായിരുന്നോ? അതോ ഇതെല്ലാം യതിയേട്ടൻ തന്നെ പ്ലാൻ ചെയ്തതാണോ? ഓ എന്റെ അമ്മോ, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇവിടെ ജയിക്കാൻ ഞാൻ എന്ത് കളിയും കളിക്കും. പക്ഷേ ഈ കളിയിൽ നമ്മളെ ഇത്രയും വേഗം ജയിപ്പിച്ചത് അളിയനാ, പവിത്രനളിയൻ. അതെങ്ങനെ? അഞ്ജനയ്ക്ക് സംസാരശേഷി ഇല്ലാത്തതിന്റെ പേരിൽ കല്യാണാലോചന മുടങ്ങുമ്പോ നിഖിലിന്റെ കാര്യം എങ്ങനെ അവതരിപ്പിക്കുമെന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു ഞാൻ. പക്ഷേ വളരെ ഈസിയായി പവിത്രനളിയൻ എനിക്ക് വഴി ഒരുക്കി തന്നു. അളിയന്റെ ഈ മോന് വേണ്ടിയിട്ടായിരുന്നെങ്കിൽ ഇതേപോലൊരു പെണ്ണിനെ അളിയന്റെ മോന് കല്യാണം കഴിച്ച് കൊടുക്കുമായിരുന്നോ? അത്രയ്ക്ക് അനുകമ്പങ്ങ് മനസ്സിൽ തോന്നുന്നുണ്ടെങ്കിലേ സ്വന്തം മകനായ ഇവനെ കൊണ്ട് അളിയനെ അഞ്ജനെ അങ്ങ് കല്യാണം കഴിപ്പിക്ക്. അതായിരുന്നു എനിക്കുള്ള അവസരം. ആ സമയത്ത് തന്നെ ഞാൻ നിഖിലിന്റെ കാര്യം അവതരിപ്പിച്ചതുകൊണ്ട് എല്ലാം ഭംഗിയായി അവസാനിച്ചു. നമ്മൾ വിചാരിച്ച സ്ഥലത്ത് തന്നെ കാര്യങ്ങൾ എത്തിച്ചേർന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ വിശ്വസിക്കാനേ പറ്റുന്നില്ല. എല്ലാവരുടെയും സമ്മതത്തോടു കൂടി ഈ കല്യാണം നടത്താൻ പറ്റുമെന്ന് ഞാൻ കരുതിയതേയില്ല. ഇനി അങ്ങോട്ട് നടക്കാൻ പോകുന്നതെല്ലാം നിനക്ക് ചിന്തിക്കാനോ വിശ്വസിക്കാനോ പറ്റാത്തതായിരിക്കും. ഇനി നീ നോക്കിക്കോ, ഏട്ടത്തി തന്നെ കമ്പനിയിൽ അവനെ നിയമിക്കുന്ന കാര്യം നമ്മളോട് പറയും. സത്യം? എന്റെ ഭഗവതി, അങ്ങനെ ഒരു കാര്യം സംഭവിക്കാൻ വേണ്ടി ഞാൻ എത്രമാത്രം പ്രാർത്ഥിക്കുന്നുണ്ടെന്നറിയോ? ദർശനയും രൂപേഷും എന്തെങ്കിലും എതിർപ്പ് പറയുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതാ.
പക്ഷേ ആ സാഹചര്യത്തിലായതുകൊണ്ട് അവർക്കൊന്നും പറയാൻ പറ്റിയില്ല. എതിയേട്ട് ഇത് പറയുമ്പോഴേ സുമംഗലേട്ടത്തിയുടെ മുഖം ഞാൻ ശ്രദ്ധിച്ചത്. ശരിക്കും ഏട്ടത്തിയുടെ മുഖത്ത് അത്ഭുതമായിരുന്നു. ആ ഏട്ടത്തിയുടെ മനസ്സിലും ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നത്. കാണും, അതിനൊരു കാരണമുണ്ട്. എന്താ അത്? രൂപേഷ് ദർശനയെ വിവാഹം കഴിച്ചതോടെ ദർശന മാത്രമല്ല ഈ കുടുംബത്തിലെ അംഗമായത്, അഞ്ജനയും കൂടിയാ. പുറത്തുനിന്നൊരാൾ അഞ്ജനയെ വിവാഹം കഴിച്ചാൽ ഈ കുടുംബത്തിലും വിശ്വം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിലും ചിലപ്പോ നാളെ അതൊരു പ്രശ്നമാവും. അത് ഏട്ടത്തിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം അവതരിപ്പിച്ചപ്പോ ഏട്ടത്തി സന്തോഷത്തോടെ ഇത് സമ്മതിച്ചത്. കുറച്ചു മുമ്പേ ഏട്ടത്തി ദർശനയുടെ റൂമിലേക്ക് പോകുന്ന കണ്ടു. അവര് തമ്മിൽ എന്താ സംസാരിച്ചെന്ന് എനിക്കറിയില്ല. അത് മറ്റൊന്നിനും വേണ്ടി ആയിരിക്കില്ല, അഞ്ജനയെ കൊണ്ട് സമ്മതിപ്പിക്കാൻ വേണ്ടി തന്നെ ആയിരിക്കും. ഈ കല്യാണം നടക്കേണ്ടത് ഇപ്പൊ നമ്മളെക്കാളും ആവശ്യം ഏട്ടത്തിക്കാ. ഇത്രയും പെട്ടെന്ന് എല്ലാം റെഡിയാക്കി തന്നതിന് പവിയേട്ടനോട് വേണം ഒരു നന്ദി പറയാൻ, അല്ലേ? സംസാരിക്കാൻ വയ്യെന്നേ ഉള്ളൂ. അഞ്ജന നല്ല കുട്ടിയാ, നമ്മുടെ മരുമകളായി വരാൻ എന്തുകൊണ്ടും യോഗ്യതയുള്ളവളാ. അല്ല, ഈ കല്യാണം എപ്പോഴത്തേക്ക് നടത്താനാ നിങ്ങളുടെ പ്ലാൻ? ഉടനെ തന്നെ. എത്രയും വേഗം വിവാഹ നിശ്ചയത്തിനുള്ള മുഹൂർത്തം കുറിക്കണം. അത് കഴിഞ്ഞ് വിവാഹം. നമ്മുടെ മോന്റെ വിവാഹം കണ്ട് ഈ നാടും നാട്ടുകാരുമെല്ലാം കണ്ണു തള്ളണം. ഈ മരുവത്തൂർ വീട്ടിലെ ഏറ്റവും വലിയ ആഘോഷമായി നമ്മുടെ മോന്റെ കല്യാണം മാറണം. എന്താ വല്യമ്മേ, എന്തിനെന്നെ വിളിപ്പിച്ചതാ? തീരെ പ്രതീക്ഷിക്കാതെയാണ് അഞ്ജനയും നീയും തമ്മിലുള്ള വിവാഹം തീരുമാനിക്കപ്പെട്ടത്. എല്ലാം വിധിയെന്ന് മാത്രം കരുതിയാ മതി. അഞ്ജന നല്ല കുട്ടിയാ, നിനക്ക് നന്നായി ചേരുകയും ചെയ്യും. അവളെ കല്യാണം കഴിക്കുന്നതിൽ നിനക്കെന്തെങ്കിലും ഇഷ്ടക്കേടുണ്ടോ? ഇപ്പോഴല്ല ഇത് ചോദിക്കേണ്ടതെന്ന് എനിക്കറിയാം. നിന്റെ അച്ഛനും അമ്മയ്ക്കും സമ്മതമാ. നിന്റെ മനസ്സില് മറ്റെന്തെങ്കിലും ഉണ്ടോ? ഏയ്, അങ്ങനെയൊന്നുമില്ല. പക്ഷേ ഇത്ര പെട്ടെന്ന് നിന്റെ മനസ്സൊരു കല്യാണത്തിന് തയ്യാറായിട്ടില്ലെന്ന് എനിക്കറിയാം. പക്ഷേ അതിനൊരു വഴിയുണ്ട്. ആദ്യം നമുക്കൊരു നിശ്ചയം പോലെ നടത്താം. കല്യാണത്തിനൊരു 6 മാസം സമയവും എടുക്കാം. എന്തു പറയുന്നു? എല്ലാം വല്യമ്മ തീരുമാനിക്കുന്നത് പോലെ. എങ്കിൽ നീ എനിക്കൊരു വാക്ക് തരണം. അവളൊരു മിണ്ടാപ്രാണിയാ. അങ്ങനെ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കുന്നത് വലിയ ബുദ്ധിമുട്ടാ. വിവാഹം കഴിക്കുന്ന പെൺകുട്ടിയുടെ ശബ്ദം ഒന്ന് കേൾക്കാൻ ഏതൊരു ഭർത്താവും ആഗ്രഹിക്കും. നാളെ വിവാഹം കഴിഞ്ഞതിന് ശേഷം നിനക്കും അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായേക്കാം. പക്ഷെ അതിന്റെ പേരിൽ നീ അവളെ വെറുക്കുകയോ ഉപേക്ഷിക്കുകയോ ചെയ്യരുത്. ഇല്ല, എൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു തെറ്റും ഉണ്ടാവില്ല. എങ്കിൽ അവളെ ഒരിക്കലും കരയിക്കില്ല എന്ന് നീ എനിക്ക് വാക്ക് തരണം. എന്താ, അങ്ങനൊരു വാക്ക് തരാൻ പറ്റില്ലേ നിനക്ക്? തൽക്കാലം എങ്ങനെയെങ്കിലും വാക്ക് കൊടുത്തിട്ട് ഇവിടുന്ന് രക്ഷപ്പെടാം. ബാക്കി എന്ത് വേണമെന്ന് പിന്നെ ആലോചിക്കാം. നീ എന്താ ആലോചിക്കുന്നേ?
വല്യമ്മയ്ക്ക് ഞാൻ വാക്ക് തരുന്നു. ഞാൻ കാരണം ഒരിക്കലും അഞ്ജന കരയേണ്ടി വരില്ല.